So, ഞാനിവിടെ പറയാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എക്സസൈസ് 3.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓൺ കമ്പയറിംഗ് റേഷ്യോ ഫൈൻഡ് ഔട്ട് വെദർ ദ ലൈൻസ് റെപ്രസെൻറ്റിംഗ് ദ ഇക്വേഷൻ ഇൻ്റർസെക്റ്റ് പാരലൽ ആൻഡ് കോയിൻസിഡൻറ്റ്. ഓക്കെ, സോ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇവിടെ നമുക്ക് തരും. അതിൽ നിന്ന് ഇൻ്റർസെക്റ്റിംഗ് ആണോ പാരലൽ കോയിൻസിഡൻ്റ് ആണോ എന്നുള്ളത് ലൈൻസ് ഏത് ടൈപ്പ് ലൈൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ആദ്യം നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 then the lines are intersecting and the system has unique solution and the system is said to be consistent. If a1/a2 equal to b1/b2 not equal to c1/c2 then the lines are parallel and the system has no solution. The system is said to be inconsistent. And the third case, third condition, a1/a2 equal to b1/b2 equal to c1/c2 then the lines are coincident lines and the system has infinitely many solution and the system is said to be dependent. സോ നമുക്കിതിലെ ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5x minus 4y plus 8 equal to 0, first equation, and 7x plus 6y minus 9 equal to 0, second equation. So before starting the problem, first of all we can write a1, b1, a2, b2 and a1, a2, b1, b2, c1, c2. Okay, so firstly ഞാൻ a1 എഴുതുന്നു. a1 is equal to coefficient of x in the first equation and b1 is equal to coefficient of y in the first equation and c1 is equal to constant 8 and a2 is equal to coefficient of x in the second equation, b2 is equal to coefficient of y in the second equation, c2 is equal to constant term in the second equation. See നോക്കാം, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് ആദ്യത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് a1 ആണ്, വൈയുടെ കോയഫിഷ്യൻ്റ് b1, കോൺസ്റ്റൻറ്റ് ടേം c1. a2 സെക്കൻഡ് ഇക്വേഷനിലെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, b2 സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോയഫിഷ്യൻ്റ്, c2 കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് കമ്പയറിംഗ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ നമുക്ക് റേഷ്യോസ് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് a1/a2 ഇസ് ഈക്വൽ ടു 5/7. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ a1/a2ൻ്റെ വാല്യൂ 5/7 വരും. ആൻഡ് b1/b2 given b1 is -4 and b2 is 6. സോ മോസ്റ്റ് റെഡ്യൂസിബിൾ ഫോമിൽ നിങ്ങളത് എഴുതണം, ഏറ്റവും കട്ട് ചെയ്തിട്ടുള്ള ഫോമിൽ എഴുതണം. -2/3, 4ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടറായ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് a1/a2 5/7ഉം b1/b2 -2/3ഉമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. 5/7 not equal to -2/3. 5/7 not equal to -2/3. Therefore, which condition? First condition, since a1/a2 not equal to b1/b2, we can say that these two lines, in question number 1, these two lines, that is 5x minus 4y plus 8 equal to 0, 7x plus 6y minus 9 equal to 0, the graph of these two equation ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ വരച്ചാൽ നമുക്ക് കിട്ടുന്നത്. സോ ദ ഗ്രാഫ്സ് ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇവിടെ നമുക്ക് ഗ്രാഫിൻ്റെ പ്രത്യേകത മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഇത്രയും എഴുതി നിങ്ങൾ നിർത്തിയാൽ മതി. ഇനി അതല്ല സൊല്യൂഷൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർലി ഇവിടെ ഒന്ന് പറയാൻ പറ്റും. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ആൻഡ് സിസ്റ്റത്തെ നമ്മൾ കൺസിസ്റ്റൻ്റ് എന്ന് പേരും കൊടുക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് വരും. സോ നമുക്ക് ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ question number 2. 9x plus 3y plus 12 is equal to 0. 18x plus 6y plus 24 equal to 0.
സോ ആദ്യം നമുക്ക് A1 B1 A2 B2 എല്ലാം എഴുതുന്നു ഞാൻ. A1 is equal to 9, B1 is equal to 3, C1 is equal to 12, A2 is equal to 18, B2 is equal to 6, C2 is equal to 24. So comparing ratios ചെയ്യുന്നു. That is A1 by A2. A1 by A2 is equal to 9 by 18. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 1 by 2 കിട്ടും. B1 by B2 is equal to 3 by 6. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് കോമൺ ഫാക്ടർ 3 ഉണ്ട്. സോ 1 by 2 വരും. അഗെയിൻ C1 by C2 is equal to 12 divided by 24 which is equal to 1 by 2. സോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് A1 by A2 equal to B1 by B2 equal to C1 by C2. See, if A1 by A2 equal to B1 by B2 equal to C1 by C2 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. തേർഡ് കണ്ടീഷനാണ് ദ ലൈൻസ് ആർ കോയിൻസിഡൻറ്റ് ലൈൻസ്. ലൈൻസിൻ്റെ പ്രത്യേകത മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് ലൈൻസിൻ്റെ പ്രത്യേകത എന്തറിയാം, എന്തെഴുതാം, കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും. സൊല്യൂഷൻ ചോദിക്കുവാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആൻഡ് ദ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഡിപ്പെൻഡൻറ്റ്. സോ ഇവിടെ നമുക്ക് ലൈൻസിൻ്റെ പ്രത്യേകത എഴുതാം. ദ ലൈൻസ് ആർ കോയിൻസിഡൻറ്റ് ലൈൻസ്. കോയിൻസിഡൻറ്റ് ലൈൻസ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ലൈൻസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. 6x minus 3y plus 10 equal to 0. 2x minus y plus 9 equal to 0. സോ ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് A1 B1 C1 എല്ലാം ഒന്ന് എഴുതുന്നു. A1 is equal to 6, B1 is equal to minus 3, C1 is equal to 10, A2 is equal to 2, B2 is equal to coefficient of y in the second equation. അവിടെ 1 അണ്ടർസ്റ്റുഡ് ആണ്, -1 എന്ന് എഴുതണം നിങ്ങൾ. C2 is equal to 9. So comparing ratios, A1 by A2 equal to 6 by 2. So 6 by 2ൻ്റെ ആൻസർ നമുക്ക് 3 എന്ന് എഴുതാം. And B1 by B2 equal to -3 divided by -1. Again മൈനസും മൈനസും ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് ആണ്. 3 by 1 3 വരും. C1 by C2 equal to 10 by 9. അതിനെ നമുക്ക് ഇനിയും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? ഇനി നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കോമൺ ഫാക്ടർ ഒന്നുമില്ല. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാ? A1 by A2 equal to B1 by B2 not equal to C1 by C2. A1 by A2ൻ്റെ ആൻസർ 3 ആണ്, B1 by B2ൻ്റെ ആൻസർ 3 ആണ്. പക്ഷേ C1 by C2ൻ്റെ ആൻസർ 10 by 9 ആണ്. സോ A1 by A2ഉം B1 by B2ഉം ഈക്വൽ ആണ്, പക്ഷേ C1 by C2ന് നോട്ട് ഈക്വൽ ആണ്. സോ ഈ കണ്ടീഷൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റും ദ ലൈൻസ് ആർ പാരലൽ. സോ തേർഡ് വണ്ണിൻ്റെ ആൻസർ പാരലൽ ലൈൻസ് ആണ്. സോ ഇതിൻ്റെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 3.2ൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യനും ഇതേ മോഡലാണ്, കമ്പയറിംഗ് റേഷ്യോസ് തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പയറിംഗ് റേഷ്യോസ് വെച്ച് തന്നെ നമുക്ക് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x plus 2y is equal to 5. Second question 2x minus 3y is equal to 7. A1 is equal to 3, B1 is equal to 2, C1 is equal to 5, A2 is equal to 2, B2 is equal to -3, C2 is equal to 7. സോ നമ്മൾ കമ്പയറിംഗ് റേഷ്യോസ് ചെയ്യുന്നു. A1 by A2ൻ്റെ വാല്യൂ ഞാൻ ചെയ്ത് നോക്കാം. നമുക്ക് A1 by A2 is equal to 3 by 2.
b1/b2 is equal to 2/-3. 2/-3 എന്ന് എഴുതിയ ഒരു ഫ്രാക്ഷൻ്റെ സൈൻ നമ്മൾ നെഗറ്റീവ് ഒരിക്കലും ഡിനോമിനേറ്ററിൽ കൊടുക്കത്തില്ല. കോമൺ ആയിട്ട് നമ്മൾ എന്ത് എഴുതത്തുള്ളൂ, മേളിലും കൊടുക്കും കേട്ടോ, -2/3 എന്ന് കൊടുക്കും. സി ഇവിടെ നോക്കിയപ്പം a1/a2ൻ്റെ ആൻസർ 3/2 ആണ്, b1/b2ൻ്റെ ആൻസർ -2/3 ആണ്. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ നമ്മൾ പിന്നെ c1/c2 കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ നിന്ന് നിർത്താം. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണ്. അത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ് വരുന്നത്. ഇഫ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ദെൻ ദ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റിംഗ്. ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണ്, പക്ഷേ അവർ നമ്മളോട് ലൈൻസിൻ്റെ പ്രത്യേകതയല്ല ചോദിച്ചത്, കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന്. ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണ്, യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, ആൻഡ് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി കൺസിസ്റ്റൻ്റ് എന്ന് പറയും. ആൻഡ് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി കൺസിസ്റ്റൻ്റ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 2x - 3y is equal to 8. 4x - 6y is equal to 9. സോ ആദ്യം നമുക്ക് a1 2 b1 -3 c1 നമുക്ക് റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് c1 എഴുതാം. ഇനി റൈറ്റ് സൈഡിലാണ് നിങ്ങൾ, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഇവിടെയും കിടക്കുന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ ആ രണ്ടും നമുക്ക് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് -8 ആക്കി എഴുതാം. ഞാനിപ്പോൾ രണ്ടും റൈറ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് രണ്ടും അങ്ങനെ തന്നെ എഴുതുന്നു. a2 is equal to 4, b2 is equal to -6, c2 is equal to 9. സോ ഞാൻ റേഷ്യോസ് കമ്പയർ ചെയ്യുന്നു. a1/a2 is equal to 2/4 is equal to 1/2. സിംപ്ലിഫൈഡ് ഫോമാണ് 2/4ൻ്റെ 1/2 എന്ന് എഴുതാം. b1/b2 is equal to -3/-6 is equal to, മൈനസ് കട്ട് ചെയ്ത് കഴിയുമ്പം പോസിറ്റീവ് ആകും, മൈനസോടെ 3/6നെ നമുക്ക് 1/2 എന്ന് എഴുതാം. ആൻഡ് c1/c2 is equal to 8/9. 8/9നെ നമുക്ക് ഇനിയും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഓക്കെ, ഇഫ് a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ സിസ്റ്റം ഹാസ് ലൈൻസ് ആർ പാരലൽ. ലൈൻസ് ആർ പാരലൽ ആൻഡ് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ആൻഡ് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി, നമുക്കത് മാത്രം മതി, സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ്. So next question number 3. Question number 3 ഫ്രാക്ഷൻ മോഡലിലാണ് കിടക്കുന്നത്. 3/2x plus 5/3y is equal to 7. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, 9x minus 10y is equal to 14. കറക്റ്റിലുമാണ് കിടക്കുന്നത്. സോ നമുക്ക് സിംപ്ലിഫിക്കേഷൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ 3/2 ഇട്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി LCM എടുക്കാം. ഞാനിപ്പോൾ LCM എടുക്കാതെ ഞാൻ 3/2 ഇട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ്. സോ സോൾവ് ചെയ്യാൻ പറയുമ്പോഴാണ് LCM എടുത്ത് ചെയ്യുന്നത് ഇച്ചിരൂടെ നല്ലത്. ഇവിടെ നമുക്ക് കമ്പയറിംഗ് റേഷ്യോസ് മാത്രം ചെയ്താൽ മതി. സോ ടേക്ക് a1 as 3/2, b1 is equal to 5/3, c1 is equal to 7, a2 is equal to 9, b2 is equal to -10, c2 is equal to 14. സോ നമുക്ക് റേഷ്യോ ഒന്ന് കമ്പയർ ചെയ്യാം. a1/a2 ഈക്വൽ ടു 3/2/9. സോ 3/2നെ 9 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ റൂള് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 9/1നെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കലായ 1/9 എടുത്തിട്ട് ഡിവിഷൻ മാറി ഇൻറ്റു ആവും. സോ 3/2 ഇൻറ്റു 1/9. ഇനി നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാമേ. സോ ഞാൻ 3യും 9യും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 3 വരും. സോ ഇതിൻ്റെ ആൻസർ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1/6 എന്ന് വരും. a1/a2ൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ്. നെക്സ്റ്റ് നമുക്ക് b1/b2 ഒന്ന് നോക്കാം എത്രയാണ്. ഓക്കെ, b1/b2 is equal to b1 5/3 ആണ് ബൈ -10. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ റൂള് ഇൻറ്റു -1/10. 5ഉം 10 ഞാൻ കട്ട് ചെയ്തു 2 ആയി, -1/6 എന്ന് വരും.
സോ A1/A2ൻ്റെ ആൻസർ 1/6ഉം B1/B2ൻ്റെ ആൻസർ -1/6ഉം ആണ്. സൈൻ വ്യത്യാസമാണ്, ന്യൂമറിക്കലി അത് ഈക്വൽ ആണെങ്കിലും സൈൻ വ്യത്യാസമാണ് അല്ലേ. ആക്ച്വലി ഇത് ഡിഫറൻ്റ് ആണ്. 1/6ഉം -1/6ഉം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെക്ഷനാണ് ഏതാ? ദ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റിംഗ് and the system has unique solution and the system is said to be consistent. Next, question number 4. 5x minus 3y is equal to 11 minus 10x plus 6y is equal to minus 22. So A1 is equal to 5, B1 is equal to -3, C1 is equal to 11. A2 is equal to -10, B2 is equal to 6, C2 is equal to -22. So on comparing, A1/A2 is equal to 5/-10, which is equal to 5ഉം 10ഉം ക്യാൻസൽ ചെയ്ത 1/2 ആണ്, -1/2 എന്ന് വരും. A1/A2. B1/B2 is equal to -3/6 is equal to -1/2. C1/C2 is equal to 11/-22 is equal to -1/2. So we can say that A1/A2 ഈക്വൽ ടു -1/2 ആണ്. 3ൻ്റെ ആൻസർ -1/2 ആണ്. സോ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ദ ലൈൻസ് ആർ കോയിൻസിഡൻറ്റ്. ആൻഡ് ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെന്നാണ്, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെന്നാണ്. സോ സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. സോ ക്ലിയർലി ഇത് കൺസിസ്റ്റൻ്റ് ആണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്, സോ കൺസിസ്റ്റൻ്റ് ആണ്. പേര് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമെന്നേ ഉള്ളൂ. സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായതുകൊണ്ട് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. സോ തേർഡ് വണ്ണിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. 4/3x plus 2y is equal to 8. 2x plus 3y is equal to 12. A1 is equal to 4/3, B1 is equal to 2, C1 is equal to 8. A2 is equal to 2, B2 is equal to 3, C2 is equal to 12. So A1/A2 is equal to 4/3 divided by 2 or 2/1. 4/3 into 1/2. റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ ഇൻറ്റു ചെയ്യുവാണ്. സോ നമുക്ക് ആൻസർ വരുന്നത് അപ്പം 2/3. 4ഉം 2 കൂടെ കട്ട് ചെയ്തിട്ട് 2 വരും. അടുത്തത് നമുക്ക് B1/B2 നോക്കാം. അത് 2/3. മോസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ ഇനി നമുക്ക് പറ്റത്തില്ല. സോ 2/3 തന്നെ വരും. C1/C2 നോക്കാം നമുക്ക്. C1/C2 is equal to 8/12. ഇത് നമുക്ക് കട്ട് ചെയ്യാം. 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ 2/3 എന്ന് വരും. സോ ക്ലിയർലി A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. മൂന്നും ഈക്വലാണ്. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ലൈൻസ് ആർ കോയിൻസിഡൻറ്റ് ലൈൻസ്. ലൈൻസ് കോയിൻസിഡൻ്റ് ആയിരിക്കും. സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ദെയർഫോർ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി കൺസിസ്റ്റൻറ്റ്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് അത് മാത്രം ഞാൻ എഴുതി പോകുന്നത്. ആദ്യത്തെ സെക്ഷനകത്ത് നമ്മൾ ലൈൻസിൻ്റെ പ്രത്യേകതയായിരുന്നു പറഞ്ഞ്, ഇവിടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ.